ഇങ്ങനെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ക്യാമറ എവിടാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെ നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തട്ടോ. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നമ്മൾ എടുത്ത ഒരു പ്ലാൻ ആയിരുന്നു വെയിറ്റ് ലോസ് ഒക്കെ. പക്ഷെ അതൊക്കെ ഇങ്ങനെ തള്ളി നീക്കി പോയി. ബാക്കിയുള്ള കാര്യങ്ങളും ഒരുമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിലും ഒരു രീതിയിലും അടുക്കാത്ത ഒരു കാര്യമാണ് എന്റെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വെയിറ്റ് വെച്ച് നല്ല രീതിയിൽ ഒരു 80 kg ആയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 65, ഓക്കെ 60 ആണ്, 65 വരെ പോവാം. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.4 ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടെന്ന് വെച്ചാല് വണ്ണം വെക്കുമ്പോൾ അറിയത്തില്ലായിരുന്നു ഹൈറ്റ് ഉള്ളത് കൊണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാല് വണ്ണം അത്യാവശ്യം നല്ല രീതിയിലായോണ്ട് ഇപ്പൊ നല്ല രീതിയിൽ അറിയാം. അപ്പൊ എനിക്ക് ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ എന്നെ നല്ല രീതിയിലുള്ള കളിയാക്കലുകൾ കിട്ടുന്നുണ്ട്. പിന്നെ കുറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റാത്ത കുറച്ച് അൺകംഫർട്ടബിൾ ആണ് ഇപ്പം. അങ്ങനെ ഞാൻ ഫൈനലി വിചാരിച്ചു വെയിറ്റ് ലോസ് ചെയ്യാന്ന്. അപ്പൊ നമ്മള് ജിമ്മിൽ പോണം. ജിമ്മിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ പിന്നെന്ന് വെച്ചാല് വീട്ടിൽ എക്സസൈസ് ചെയ്യണം. അത് ഞാൻ കുറെ നാള് നോക്കി. കോമഡി എന്തെന്ന് വെച്ചാല് ഞാൻ സൂംബ ഡാൻസ് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഞാൻ ഒരു 3 ദിവസം പ്രാക്ടീസ് ചെയ്തു. ഭയങ്കര ഓക്കെ, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് സൂംബ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എന്റെ വയറുളുകിയിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ കഴിച്ച് പിന്നെ 2 ദിവസം ഞാൻ ലീവ് എടുത്തു. അപ്പൊ അതോടെ ഞാൻ നിർത്തി. അങ്ങനെ എക്സസൈസ് പോയി പഠിക്കാണ്ട് ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കിയാണ്. പിന്നെ കുറച്ച് നടക്കും. പക്ഷെ പിന്നെ എനിക്കിപ്പം വെയിറ്റ് കൂടിയോണ്ടാന്ന് അറിയത്തില്ല, എനിക്ക് നടക്കും ഭയങ്കര മുട്ടുവേദനയൊക്കെ ഉണ്ട്. പ്രായമായി, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം നടക്കാം, അതൊക്കെ ഒരു എക്സസൈസ് ആണെന്ന് വെച്ചാല് അല്ലെന്നും പറയുന്നവരുണ്ട് ആണെന്നും പറയുന്നവരുണ്ട്. എന്തായാലും നടക്കുന്നുണ്ട്, കുറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞും കുറച്ച് നടക്കും. പിന്നെ അല്ലാണ്ട് എക്സസൈസ് നടത്താൻ പറ്റിയൊരു ഇതില്ല ഇപ്പം. അപ്പം ജിമ്മിലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുഡ് കൺട്രോൾ ചെയ്യാന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ തൊട്ടാണ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഡേ 1 അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. പിന്നെ ഫുഡ് ക്വാണ്ടിറ്റി കുറച്ചു. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തണം എന്ന് വിചാരിക്കുന്നത് ഷുഗർ കട്ടാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഷുഗർ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഒരു 5 നേരയിലും ചായയും കാപ്പിയും കൂടെ മിക്സ് ചെയ്തിട്ട് 5-6 വട്ടം കുടിക്കുന്ന ആളാണ്. അങ്ങനെ ഞാൻ ഇന്നലെ കാപ്പിയും കുടിച്ചില്ല, ചായയും കുടിച്ചില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ഷുഗർ കട്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വൈകുന്നേരം അച്ഛനാണ് പൊതുവെ നമുക്ക് ഒരു 4 മണിയൊക്കെ അത് കഴിയുമ്പോൾ അച്ഛൻ വരുന്ന എപ്പോഴാണോ അപ്പോൾ ബേക്കറി മേടിച്ചോണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ ചായയുടെ കൂടെ ബേക്കറി കഴിച്ച ആ ഒരു ശീലമുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിലും പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ബേക്കറി എന്തെങ്കിലും മേടിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ ചായയുടെ കൂടെ ബേക്കറിയും കഴിക്കും. അങ്ങനെ നമ്മൾ ഇന്നലെ തൊട്ട് വിചാരിച്ചു ഓക്കെ അതൊന്നും വേണ്ട, ആ പൈസക്ക് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആക്കി. എന്റെ ഡയറ്റ് പ്ലാൻ ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ, ഞാനൊന്ന് തട്ടിക്കൂട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചതാണ്. അപ്പൊ ഞാനിപ്പം വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ചായ കുടിക്കേണ്ട സമയം. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കേർഡ് എടുത്തിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിട്ട് കഴിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇപ്പം വൈകുന്നേരം ഒരു 5 മണിയായി. ഈ സമയത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. കാരണം ഞാൻ ജിമ്മിൽ പോകുന്നില്ല, എനിക്കൊരു ട്രെയിനർ ഇല്ല. അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോഴ്സ് ഉണ്ട്, നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ വേറെ നമ്മളായിട്ട് പറയുന്നതല്ലാണ്ട് ചില സമയത്ത് ചില സ്മെല്ലടിക്കുമ്പോഴൊക്കെ നമുക്കൊരു കൊതി വരും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എനിക്കിത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒന്ന് ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും, ജിമ്മിൽ പോയാൽ കറക്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യും. വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ചെയ്തില്ല അങ്ങനെ. അപ്പൊ എനിക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോണം എന്ന് വിചാരിച്ച് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ വെയിറ്റ് കുറയോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. ഇപ്പൊ 80 ആണ് കേട്ടോ എന്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്. കറന്റ്ലി എനിക്ക് 80 kg ആണുള്ളത്. 80, 79 പോയിന്റ് അങ്ങനെയൊക്കെ വരും. പക്ഷെ 80 ആണ്, എനിക്കറിയാം 80 ആണ്. 5.4 ആണ് എന്റെ ഹൈറ്റ്. പിന്നെ എന്റെ വെയിറ്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 65ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർ എന്നോട് പറഞ്ഞത് എനിക്കിപ്പം തൈറോയിഡ് ഉണ്ട്. തൈറോയിഡ് ഉള്ളപ്പോ എന്റെ തൈറോയിഡ് ബ്ലഡിലാണ് കേട്ടോ. അപ്പൊ വണ്ണം വെക്കും, എത്ര ആണേലും വണ്ണം വെക്കും. പിന്നെ നമുക്ക് തൈറോയിഡ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നമ്മളുടെ ബോഡി ഒന്നും അങ്ങനെ ടയേർഡ് ആവാൻ പാടില്ല എന്നൊക്കെയാ. പിന്നെ നമുക്ക് ഉറക്കം ഉറക്കം നമുക്ക് കറക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് വെക്കും എന്നുള്ള ഒരു ഇതുണ്ട്.
അപ്പൊ നമുക്ക് ഈ വണ്ണം വെക്കാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതയും നമുക്കുണ്ട്. നമ്മളെല്ലാം വരുത്തി വെച്ചിട്ടുണ്ട്. ഉറക്കം നമ്മുടെ ശരിയല്ല, നമ്മുടെ ഫുഡ് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുമായിരുന്നു. പുറത്തുനിന്നും ഫുഡ് ഒരുപാട് കഴിക്കാം. എന്റെ വ്ലോഗ് ഒക്കെ കാണുന്നവർക്കറിയാം, പുറത്തുനിന്നും ഫുഡ് കഴിക്കും. പിന്നെ അങ്ങനെ നമുക്ക് കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ എക്സസൈസ് ഇല്ല. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഉറക്കമില്ലായ്മ ഒരു കാരണമാണെന്നൊക്കെ നമ്മള് എന്തുണ്ടേലും ചാറ്റ് ജി പി ടി നമ്മുടെ ഗോപേട്ടനോട് ചോദിക്കുമല്ലോ. അപ്പൊ ചാറ്റ് ജി പി ടി പറഞ്ഞ ഉറക്കമില്ലായ്മ ഒരു കാരണമാണ്. പിന്നെ കുറെ ആൾക്കാരുടെ വീഡിയോ കണ്ടപ്പോഴും ഉറങ്ങിയില്ലേലും വെയിറ്റ് വെക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് 10 മണി 10:30ക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമ്മൾ അതും ഒന്ന് ചേഞ്ച് ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രിയിൽ എനിക്ക് ഫുഡ് വെക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനങ്ങ് ചോറ് വെക്കും. അതാകുമ്പോൾ നാളത്തേക്കിന് വെക്കുന്ന ഉച്ചത്തേക്ക് നമ്മൾ തലേന്നാണ് വെക്കുന്നത്. അപ്പൊ ആ ചോറ് അങ്ങ് അഡ്ജസ്റ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ രാത്രിയിൽ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് മാത്രം കുറച്ച് റൈസ് ആണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ക്യൂക്കുംബർ കഴിക്കത്തേ ഇല്ല, എനിക്ക് ഇഷ്ടമേ അല്ല പച്ചയ്ക്ക് വെജിറ്റബിൾസ് കഴിക്കുന്നത്. അതൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ് നമ്മൾ. പിന്നെ ഇന്നലെ എനിക്ക് ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷെ എനിക്ക് ചായ ഒന്നും കുടിക്കാത്തത് കൊണ്ട് ചെറിയ തലവേദനയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി സഹിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിച്ചില്ല, കാപ്പിയും കുടിച്ചില്ല. ഇന്നലെ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ മധുരം കഴിച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. പ്രവീണിന് പൊതുവെ ചായയും കാപ്പിയൊന്നും വേണ്ട. പിന്നെ ഞാൻ ഈ ഇട്ട് വെക്കുന്നത് കൊണ്ട് കുടിക്കുന്നു, അങ്ങനെയുള്ളൂ. അപ്പൊ രാവിലെ ഇച്ചിരി പാല് കുടിക്കും. പിന്നെ രാവിലെ മുട്ട പുഴുങ്ങിയില്ലേ, അതും കഴിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ. ബാക്കി കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറയുന്നില്ല, അത് എത്രത്തോളം അങ്ങനെയൊക്കെയാണോന്ന് എനിക്കറിയത്തില്ല. പകുതി ആൾക്കാർ പറഞ്ഞു ഫുഡ് കൺട്രോൾ ചെയ്യുന്ന പോഷൻ കുറച്ചാൽ മതി, വെജിറ്റബിൾസ് ഒക്കെ കൂടുതലും എടുത്താൽ മതി എന്നാണ്. അപ്പൊ ഞാനും അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം. പിന്നെ മുട്ടയും ചിക്കനും ഫിഷും ഒക്കെ ആഡ് ചെയ്തു. കുറെ പേരുടെ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു. നമ്മൾ നോർമൽ കഴിക്കുന്ന ഫുഡ് തന്നെ നമുക്ക് കഴിക്കാം, രാത്രിയിലാണെന്നുണ്ടെങ്കിൽ റൈസ് കഴിക്കാതിരുന്നാൽ മതി. അപ്പൊ രാത്രി നമ്മൾ റൈസ് കഴിക്കുന്നില്ല, ഷുഗർ കട്ട് ചെയ്യാൻ പാടാന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ വരെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ. അപ്പൊ വേണ്ട എന്ന് വിചാരിച്ചു, വേണ്ട. കാരണം എനിക്ക് അങ്ങനെ ഞാൻ നേരത്തെ തൊട്ടേ ഡയറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാതിരുന്ന് ഇപ്പൊ ചെയ്യാൻ കാരണം എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട്, വണ്ണം കാരണം ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാ കുറയ്ക്കാന്ന് കേട്ടോ. അപ്പൊ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലും ചോദിക്കുമല്ലോ എന്നുള്ളൊരിതാണ്. അപ്പൊ എനിക്ക് പൊതുവെ സമയം കിട്ടാറില്ല, കാരണം ജോലി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ. എനിക്ക് യൂട്യൂബ് ഭയങ്കര എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്റെ 3ാമത്തെ ചാനലാണ്. ഈ ഒരു ചാനലിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയി ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്നത്. പിന്നെ എൻ്റെ ഫസ്റ്റ് പേയ്മെന്റ് ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത്, പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങൾ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഒരു വീഡിയോ ചെയ്യാമേ. അതുപോലെ തന്നെ ഞാൻ ബിസി എന്ന് പറഞ്ഞാല് ഞാൻ ഇതിൽ നിൽക്കുമ്പോൾ കുറച്ച് ലൈവ് ഒക്കെ ചെയ്യും. പിന്നീട് ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് കോണ്ടന്റ് മോണിറ്റൈസേഷൻ ഇപ്പോഴാണ് വന്നത്. ഒരു വെടിക്ക് 2 വശി എന്ന് പറയുന്ന പോലെ. അപ്പൊ വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരും, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമുക്കിപ്പോ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതും നോക്കണം, ഇതും നോക്കണം, എല്ലാം നോക്കണം, വണ്ണം കുറയ്ക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ കാര്യം. അപ്പൊ മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിലും ആയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നമുക്ക് ഞാൻ പേയ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്, എന്നാലും കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ച തൊട്ടാണ് ആയത് കേട്ടോ. അപ്പൊ ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തു പറയാം കേട്ടോ. അപ്പൊ ഞാൻ അതിനുള്ള വീഡിയോ ഇടാം. അപ്പൊ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇപ്പൊ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു 5 മണി 5:45 ആയി, 5:30 5:45 ആയി. അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങള് എന്ന് വെച്ചാൽ എന്റെ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണം കേട്ടോ, ഞാൻ വീഡിയോ ചെയ്യാമേ. അപ്പൊ ഇതെന്തായാലും ഞാൻ നിർത്തത്തില്ല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല് എനിക്ക് ആൾക്കാർ കാണുമല്ലോ. ആരും കണ്ടില്ലേലും എന്റെ വീട്ടുകാരും കാണും, എന്റെ ചേട്ടന്, പിന്നെ കുട്ടു, അങ്ങനെ കുറച്ചു പേര് കാണും. അപ്പൊ അവര് ചോദിക്കല്ലോ. അപ്പൊ അവർക്ക് വേണ്ടി ആർക്കെങ്കിലും ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പൊ ഇതിപ്പോ Day 2 ആണ്. ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇടുന്നില്ല. ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ട്, ഓയിൽ അധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മുടെ എഗ്ഗ്, മിൽക്ക്, പിന്നെ ചിക്കൻ, പിന്നെ ഫിഷ്, ഇതൊക്കെ
എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര പൈസ ചെലവാക്കി അങ്ങനെ ഉപയോഗിക്കുന്നില്ല, നമുക്കുള്ള രീതിയിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ആദ്യത്തെ ഒരു ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ചാച്ചാ, സി യു.